ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മെയിൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നമ്മുടെ റിയൽമി X7 മാക്സിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്കറിയാം ഈ ഫോൺ ഇറങ്ങിയിട്ട് കുറേ നാളായിട്ട് ഇപ്പോൾ എന്താണ് ഈ ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഈ ഫോണിന് ഒരു പ്രൈസ് ഡ്രോപ്പ്, ഒരു മെഗാ പ്രൈസ് ഡ്രോപ്പ് പോകുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോഡ് 2 പോക്കോ F3 Gt എന്ന രണ്ട് കിഡിലോസ്കി ഡിവൈസസ് ഈ സെഗ്മെൻറ്റിൽ വന്ന കാരണം ഇതിൻ്റെ പ്രൈസിങ് കുറഞ്ഞിട്ട് ജസ്റ്റ് 24,999 നമ്മുടെ റിയൽമി X7 മാക്സ് 5G നമുക്ക് അവൈലബിൾ ആണ്. 8/128GB വേരിയൻറ്റ്. സോ നമുക്ക് ഡയറക്റ്റ് ആൻഡ് അൺബോക്സ്, ദറ്റ് മീൻസ് ഒരു വാല്യൂ ഫോർ മണി, ബെസ്റ്റ് വാല്യൂ ഫോർ മണി 25K നിങ്ങളൊരു സെറ്റ്, ജസ്റ്റ് 25 കൃത്യ ബഡ്ജറ്റാണ്. 25K അറൗണ്ട് ആണ്, അല്ലെങ്കിൽ ജസ്റ്റ് 25K ആണ് നിങ്ങൾ നോക്കണമെങ്കിൽ ഒരു 8/128 ഡിവൈസ് ഇതായിരിക്കും ബെസ്റ്റ് വാല്യൂ ഫോർ മണി. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ജസ്റ്റ് ഡയറക്റ്റ്ലി ഒരു അൺബോക്സിങ്. സോ ഒരു നൈസ് ബോക്സ് ആണ് നമ്മൾ കണ്ടുവരുന്ന, ഒരു ക്ലീൻ പാക്കേജിങ് അല്ല, അത്യാവശ്യം വെറൈറ്റി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു വെറൈറ്റി ബോക്സിംഗ് ആണ് വരുന്നത്. ഓക്കെ അൺകവർ ദ എക്സ്ട്രാ ഓർഡിനറി സ്പീഡ്. സോ ഫസ്റ്റ് ആയിരുന്നു ഡയമൻസിറ്റി 1200 വെച്ചുള്ള ഫസ്റ്റ് ഫോണായിരുന്നു നമ്മുടെ റിയൽമി X7 മാക്സ്. സോ ഇത് മാറ്റാം. ആൻഡ് ഗൈസ്, ഇതാണ് നമ്മുടെ ഫോൺ. സോ ഫോണ് നമ്മുടെ ഡാറ്റ കേബിൾ ഉണ്ട്. നമുക്ക് ഫോൺ ഫസ്റ്റ് എടുക്കാം. സോ ഗൈസ്, നമ്മുടെ ഫോൺ. സോ ഇത് മെർക്കുറി സിൽവർ എന്നുള്ള കളറാണ് ഇപ്പോൾ ഇതിൻ്റെ ഇരിക്കുന്നത്. ജസ്റ്റ് പീൽ ഓഫ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ മെർക്കുറി സിൽവർ. നമുക്കൊരു ഒരു ഗ്ലാസ് ഫിനിഷും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. റിയൽമി ഡെയർ ടു ലീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോഗോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 64 MB എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറാസിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഫ്രണ്ട്. പിന്നെ നമുക്ക് ബോക്സിൽ വേറെ എന്ന് വെച്ചാൽ നമ്മുടെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. സോ 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ. സോ ഈ സെഗ്മെൻറ്റ് ഇപ്പോൾ എല്ലാവരും ഒരു 65 ആക്കി തുടങ്ങി. ഇത് 50 വാട്ടിനാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഒരു 50%, ഒരു 16 മിനിറ്റ് കൊണ്ട് നമുക്കൊരു 50% ചാർജാണ്. സ്റ്റിൽ നൈസ്. സോ നമുക്കെല്ലാം മാറ്റിക്കാൻ മുമ്പ് നമുക്ക് ബോക്സിൽ മറ്റേ ഇതിനകത്ത് നമ്മുടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ജസ്റ്റ് കേസും കാര്യങ്ങളായിരിക്കും. സോ നമുക്കിവിടെ ഡയറക്റ്റ്ലി എന്നൊരു എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സിം ഇൻജെക്ടർ ടൂൾ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് നോർമലായിട്ട് ഇതിൻ്റെ കേസാണ് അവൈലബിൾ. സോ കേസ് ആൻഡ് സം പേപ്പർ വർക്ക്. സേഫ്റ്റി ഗൈഡും. സോ നമുക്കെല്ലാം മാറ്റിക്കും ഡയറക്റ്റ് ഫോണിട്ട് വരാം. സോ ഗൈസ്, നമ്മൾ ആ കൂടെ വരുന്ന കേസ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ റിയൽമി X7 മാക്സിൻ്റെ ലുക്ക് വരുന്നത്. സോ നമുക്ക് ബൂട്ട് ചെയ്യാം ഫസ്റ്റ് ടൈം. റിയൽമി. സോ ഫസ്റ്റ് തന്നെ ഇൻ ഹാൻഡ് ഫീൽ ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഞാൻ മീൻസ് കേസ് മാറ്റിയിട്ട് കാണിച്ചു തരാം. സോ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ പ്ലാസ്റ്റിക് ഫീൽ കിട്ടും. മീൻസ് ഇതിൻ്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ് വരുന്നത്, അതുപോലെ തന്നെ ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്. സോ നമുക്ക് അത് പിടിക്കുമ്പോൾ പ്രീമിയംനെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്യുവർലി പറയുകയാണെങ്കിൽ ആ പ്രീമിയംനെസ് ഇല്ല. നമുക്ക് ജസ്റ്റ് നോർമലി ഒരു 15 to 20K അറൗണ്ടുള്ള സെറ്റ് പിടിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. കാരണം ബാക്കും പ്ലാസ്റ്റിക് ആണ്. ബട്ട് ഇതൊരു സോർട്ട് ഓഫ് പ്യുവർ പ്ലാസ്റ്റിക്, ഒരു മാറ്റ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വായനറ്റ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു ഗ്ലോസി മിറർ ടൈപ്പ് ഫിനിഷാണ് ഇവിടെ വരുന്നത്. സോ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഇറ്റ്സ് ഡൺ ഗൈസ്. സോ ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ റിയൽമി X7 മാക്സ്. സോ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 6.43 ഇഞ്ച്. ഒരു കുഴപ്പമില്ലാത്ത സൈസ്. അത്യാവശ്യം ഒരു ഭയങ്കര ഹ്യൂജും അല്ല, ഒരു ഭയങ്കര കുറവല്ലാത്തൊരു സൈസാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം നമുക്ക് ഇതിൻ്റെ ഒരു തിക്നെസ് നോക്കി കഴിഞ്ഞാൽ 8.4 mm ആണ് തിക്നെസ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു കളർ എന്ന് വെച്ചാൽ നമ്മുടെ പവർ ബട്ടണിലൊക്കെ ഒരു കളർ ഇൻറ്റഗ്രേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കളർ ഇൻറ്റഗ്രേഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ വെയിറ്റിംഗ് കുറവാണ്. 179 ഗ്രാംസേ ഉള്ളൂ. അത്യാവശ്യം ലൈറ്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നോഡ് 2 ഒക്കെ നോക്കുവാണെങ്കിൽ നോഡ് 2 189 വരുന്നുണ്ട്. ഈവൻ പോക്കോ F3 Gt 205 വരുന്നുണ്ട്. സോ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ ഒപ്പോ റെനോ 6 Pro ഒക്കെ പോലെ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. സോ ഒപ്പോ റെനോ 6 Pro മീൻ വൈൽ നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 177 ആണ് ഗ്രാംസ് വരുന്നത്. സോ ഓൾമോസ്റ്റ് ഇൻ ക്ലോസ് ആണ് നമുക്ക് വരുന്നത്. സോ നമുക്കിൻ്റെ ഫസ്റ്റ് തന്നെ നമുക്കിൻ്റെ ഡിസ്പ്ലേക്ക് പോകും. അതിന് ഒരു കാര്യം ഗൈസ്, ഇതിന് ഒരു സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് അവർ തന്നെ നൽകുന്നുണ്ട്. സോ ഗ്ലാസ് ഫ്രണ്ടാണ്, ബാക്കി സൈഡും ബാക്കും പ്ലാസ്റ്റിക് ആണ്. സോ നമുക്കിതിൻ്റെ ഡിസ്പ്ലേക്ക് വരാം. സോ ഗൈസ്, നമ്മുടെ റിയൽമി X7 മാക്സ്. സോ ഇതാണ് നമ്മുടെ 6.43 ഇഞ്ച് നമ്മുടെ റിയൽമി X7 മാക്സ്. പിന്നെ ഒരു മെയിൻ കാര്യം നമ്മൾ നോട്ട് 2 ഒക്കെ, ദാറ്റ് മീൻസ് അതേപോലെ തന്നെ നമ്മുടെ ഒപ്പോ റെനോ 6 Pro ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് അതൊക്കെ 90 Hz OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ബട്ട് ഇത് 120 Hz ആണ് നമ്മുടെ സൂപ്പർ AMOLED ഡിസ്പ്ലേ തന്നെ. സെറ്റിങ്സിനകത്ത്
ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ആൻഡ് ഓൾ ദ ടു മൂവ് സ്ക്രീൻ റീഫ്രഷ് റേറ്റ് ഉണ്ടോ. നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് ഓട്ടോ ദറ്റ് മീൻസ് ഡൈനാമിക് ആയിട്ട് 60 വേണോ 120 വേണോ എന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ദറ്റ് മീൻസ് നമ്മുടെ കണ്ടന്റ് അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ഇനി അല്ല നിങ്ങൾക്കിപ്പോൾ ഏതാണ് ദറ്റ് മീൻസ് ഇപ്പോൾ 60 ഹെർട്സ് എപ്പോഴും 60 ഹെർട്സ് മതിയെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് പവർ കൺസ്യൂം ചെയ്യാൻ പറ്റും. ഇനി എപ്പോഴും 120 വേണമെങ്കിൽ എപ്പോഴും ഫുൾ ടൈം 24/7 നമുക്ക് എപ്പോഴും 120 ഹെർട്സ് ചെയ്ത് നിൽക്കും. സോ നിങ്ങൾക്ക് ഡൈനാമിക് ആയിട്ട് ഓട്ടോ സെലക്ട് ചെയ്യുന്ന ദറ്റ് മീൻസ് ആപ്പ് അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത് ദറ്റ് മീൻസ് സ്ക്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഒന്ന് ചോദിക്കാം. സോ ഗോയിങ് ഡയറക്ട്ലി ടു വീഡിയോ. ഓക്കെ, സോ ഗൈസ് ഇതാണ് നമ്മുടെ റിയൽമി X7 മാക്സിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഓക്കെ, സോ ഇത് 1080x24 മീൻസ് ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. 409 ppi വരുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല വ്യൂയിങ് ആംഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഡ് അടിക്കേണ്ട രീതിയിലൊന്നുമില്ല കേട്ടോ. നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ. പിന്നെ നമുക്ക് ഇവിടെയാണ് ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മുടെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറ 16 MB വന്നിരിക്കുന്നത്. ഓക്കെ, കൊള്ളാം. ഡിസ്പ്ലേ കാര്യത്തിൽ ബാഡ് അടിക്കേണ്ട രീതിയിലൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ചിൻ നോക്കുവാണെങ്കിൽ ഇച്ചിരി ഹെവി ആയിട്ട് ചെറിയൊരു രീതിയിൽ ചിൻ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക്. മീൻസ് കാണുമ്പോൾ അതാണ് ഒരു അത്യാവശ്യം ചെറിയ ചിന്നാണ്, ബട്ട് സ്റ്റിൽ ഒരു ചിൻ കണ്ടോ നമുക്ക് ഇത്ര ഒരു ഏരിയ മിസ്സാവുണ്ട്. ടോപ്പ് ചിൻ വളരെ മിനിമൈസ്ഡ് ആണ്, ബോട്ടം ചിൻ അത്യാവശ്യം ഉണ്ട്. ഓക്കെ, ബട്ട് സ്റ്റിൽ പെർഫെക്റ്റ്ലി ഫൈനാണ്. നല്ല വ്യൂയിങ് ആംഗിൾസും നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. ഡിസ്പ്ലേയുടെ കാര്യത്തിലൊന്നും പറയാനില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്പീക്കേഴ്സ് നോക്കാം. ഓക്കെ, സോ ഗോയിങ് ടു ദ സ്പീക്കേഴ്സ് ഇൻ 3, 2, 1 ആൻഡ് ഗോ. സോ ഗൈസ് നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട് നമുക്ക് ഈ സെഗ്മെൻറ്റ്. ദാറ്റ് മീൻസ് ഇതാണ് ബോട്ടം ഫെയറിംഗ് ഫണ്ടും പിന്നെ നമ്മുടെ ഇയർ പീസ് സ്റ്റീരിയോ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുക. അപ്പോൾ സോ 2 സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. നല്ല സൗണ്ട് എഫക്റ്റ് കിട്ടും. നമുക്ക് ഡോൾബി അറ്റ്മോസ് ട്യൂൺഡാണ്. സോ നല്ലൊരു രീതിയിലൊരു എക്സ്പീരിയൻസ്, സൗണ്ട് എക്സ്പീരിയൻസ്. സോ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ Reno 6 Pro ദാറ്റ് മീൻസ് നമ്മുടെ 40Kയുടെ Reno 6 Pro എടുത്തെങ്കിൽ നമുക്കൊരു സിംഗിൾ മോണോ സ്പീക്കർ മാത്രമേ കിട്ടുന്നുള്ളൂ നമ്മുടെ Oppo Reno 6 Pro വെച്ച് നോക്കുമ്പോൾ. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് 25K പ്രൈസ് ഡ്രോപ്പ് വന്നു കഴിയുമ്പോൾ സോ ഇത് പക്ക വാല്യൂ ഫോർ മണിയാണ്. സോ ഡിസ്പ്ലേയിലും അതേപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ബാഡ് അടിച്ചില്ല. എനിക്ക് ആ ഫസ്റ്റ് ബാഡ് അടിച്ച ഡിസൈൻ്റെ കാര്യത്തിലാണ്. ബാക്കും സൈഡും പ്ലാസ്റ്റിക് ആണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് ഡിസ്പ്ലേയും ഇഷ്ടപ്പെട്ടു, സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു. പിന്നെ മെയിൻ ഒരു കാര്യം നമുക്ക് ഗെയിമേഴ്സ് മീൻസ് Dimensity 1200 ഫസ്റ്റ് ഫോണാണ് ഇത് വരുന്നത്. സോ അവർക്ക് ഓൾറെഡി അറിയുന്നത് ഗെയിമിംഗ് ചിപ്പാണ്. സോ 360 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. സോ അതൊരു നൈസ് കാര്യമാണ്. നമുക്ക് അത്രയും ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റ്. സോ നല്ല സ്മൂത്ത്നെസ് ആയിരിക്കും നമുക്ക് ഗെയിം കളിക്കുമ്പോൾ. കുറച്ചുകൂടെ ഫാസ്റ്റർ റെസ്പോൺസീവ് ഒക്കെ ആയിരിക്കും ഗെയിം കളിക്കും. പിന്നെ അതിനകത്ത് ഇവർ തന്നെ പറയും നമുക്കൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അവർ മീൻസ് നമ്മൾ നോർമലായിട്ട് X-ആക്സിസ് ലീനിയർ മോഡാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഒരു സൂപ്പർ വൈബ്രേറ്റ് ടാക്ടൈൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് എഞ്ചിൻ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ 3D ഫീഡ്ബാക്ക് വരും. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട നമ്മുടെ X-ആക്സിസ് ലീനിയർ മോട്ടർ തന്നെയാണ്. ഇത് ഒരു അത്യാവശ്യം കുഴപ്പമില്ല. മീൻസ് അതിൻ്റെ തൊട്ട് താഴെ ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ. കുറച്ചും കൂടെ ഒരു ഇമ്മേഴ്സീവ് ഫീഡ്ബാക്ക് എനിക്ക് അതിന് കിട്ടിയത്. നമ്മുടെ ദാറ്റ് മീൻസ് ഫോർ MI11X ആ ഒരു സെഗ്മെൻറ്റ് കുറച്ചും കൂടെ ഒരു ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് നമ്മുടെ Oppo Reno 6 Pro വരുന്നത് X-ആക്സിസ് ലീനിയർ മോട്ടർ. സോ കുറച്ചും കൂടെ ഒരു ഇമ്മേഴ്സീവ് ബട്ട് ഓൾ പെർഫെക്റ്റ്ലി ഫൈൻ. അവിടെയും ഹാപ്റ്റിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഡിസ്പ്ലേ ഇഷ്ടപ്പെട്ടു, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്യാമറാസ് ഒരു കാര്യമാണ് പറയേണ്ടത് ഗൈസ്. ഇതിനകത്ത് നമ്മുടെ ഡുവൽ ആംബിയൻറ്റ് ലൈറ്റ് സെൻസേഴ്സ് ആണ്. സോ നല്ല രീതിയിൽ നമ്മുടെ ഓട്ടോ ബ്രൈറ്റ്നസ് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ ഇടയ്ക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ലൈറ്റ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും ഡിസ്പ്ലേയിൽ. സോ ദാറ്റ്സ് വൈ ആണ്. ഓക്കെ, ആൻഡ് ക്യാമറാസ്. സോ ക്യാമറാസ് നമുക്ക് മെയിൻ ക്യാമറ വരുന്നത് 64 MB ഒരു മെയിൻ ക്യാമറ ഉണ്ട്. f1.8 നമ്മുടെ സോണി IMX682 ആണ് വരുന്നത്. ഓക്കെ എന്ന രീതിയിൽ പറയാം. നമുക്ക് അത്യാവശ്യം ബാഡ് അടിക്കേണ്ട കാര്യത്തിൽ പിന്നെ ലോ ലൈറ്റിന് കുറച്ച് ലോ പെർഫോമൻസ് ആയിരിക്കുള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓൾമോസ്റ്റ്
ഓക്കെ പെർഫോമൻസ് അടിപൊളി ക്യാമറ ആണെന്ന് ചോദിച്ചാൽ ഓക്കെ അത്യാവശ്യം ഒരു വിലയ്ക്ക് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ക്യാമറ ഉണ്ടെന്ന് വേണം പറയാൻ. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ 8 അൾട്രാ വൈഡ് നോർമൽ എല്ലാവരും കൊടുക്കുന്ന സെയിം തന്നെ 8 അൾട്രാ വൈഡ് ഒരു 120 അല്ലെങ്കിൽ 119 ഫീൽഡ് ഓഫ് വ്യൂ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഒരു 2 മാക്രോ, അതിന് ജസ്റ്റ് 4 സെൻറ്റിമീറ്റർ വരെ നമുക്ക് ഫോക്കസ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഓൾറെഡി 16 സെൽഫി ക്യാമറ ആണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമുക്ക് നോഡ് 2 ഒക്കെ നോക്കുകയാണെങ്കിൽ 32 അടിപൊളി ക്യാമറ ആണ് നമുക്ക് നോഡ് 2 വരുന്നത്. സോ അത് കുറച്ചൊരു ഇതുണ്ട്. ബട്ട് അപ്പോൾ ചില കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ആവും. സോ ക്യാമറാസിൻ്റെ കാര്യത്തിൽ എനിക്ക് അധികം ഒരു എന്താ പറയുക ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ബോത്ത് റിയർ ആൻഡ് ഫ്രണ്ട്. സോ കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആവും. ബട്ട് ഓക്കെ ക്യാമറാസ് എന്ന് വേണം പറയാൻ, മീൻസ് ബോത്ത് ഫ്രണ്ട് ആൻഡ് റിയർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുന്നതിൻ്റെ 4K at 60 FPS റെക്കോർഡിംഗ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ക്യാമറ UI നോക്കാം. ഓക്കെ, സോ ക്യാമറ UI നമുക്ക് നൈറ്റ് മോഡ്, ഡിഫോൾട്ട് നൈറ്റ് മോഡ്, വീഡിയോ. സോ വീഡിയോയ്ക്കകത്ത് നമുക്കിവിടെ AI ഓൺ ആക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ടോ. നമുക്ക് AI കുറച്ചും കൂടെ ലൈറ്റൊക്കെ എൻഹാൻസ് ചെയ്യുന്ന സംഭവമാണ് AI വരുമ്പോൾ. പിന്നെ അതുപോലെ നമുക്ക് നൈസായിട്ട് നമുക്ക് തന്നെ ബൊക്കെ നമുക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മീൻസ് ഉണ്ടോ സ്കെയിൽ കൊടുത്ത് നമുക്ക് അനുസരിച്ച് വീഡിയോയിലും ബൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് AI പോർട്രേറ്റ് കളർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് എഫക്ട്സും കാര്യങ്ങളൊക്കെ വേറെ കൊടുത്തിട്ടുണ്ട്. അത് ബൈ ഡീഫോൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഫോട്ടോ മോഡിനകത്ത് എക്സ്ട്രാനകത്ത് നമുക്ക് ടൈമർ, ഫ്രെയിം കാര്യങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് പറയാനില്ല. AI മോഡ് കിട്ടുന്നുണ്ട്, HDR കിട്ടുന്നുണ്ട്. ഓക്കെ, ആൻഡ് വീഡിയോയ്ക്കകത്ത് നമുക്ക് അൾട്രാ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടൊരു മോഡ് കിട്ടുന്നുണ്ട്. സോ അപ്പോൾ ബാക്കിയെല്ലാം പിന്നെ നമുക്ക് 64 MB ക്യാമറയാണ്, ഡെഡിക്കേറ്റഡ് ആയിട്ട് 64 MB ഒരു ഹൈ റെസൊല്യൂഷൻ മോഡ്. ദാറ്റ് മീൻസ് മാക്സിമം ക്വാളിറ്റി കിട്ടാൻ വേണ്ടി 64 MB ഒരു മോഡും വരുന്നുണ്ട്. പിന്നെ മോറിനകത്ത് നമുക്ക് നോർമൽ ഡുവൽ വീഡിയോ, ദാറ്റ് മീൻസ് ഫ്രണ്ട് ബാക്ക് ഒരേ മോഡിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഡുവൽ വീഡിയോ മോഡ്. പിന്നെ എടുത്ത് പറയേണ്ടത് പിന്നെ അൾട്രാ മാക്രോ, ദാറ്റ് മീൻസ് ഭയങ്കരമായിട്ട് ക്ലോസ് ഒരു സബ്ജക്റ്റ് പോകാൻ വേണ്ടി അൾട്രാ മാക്രോ വരുന്നുണ്ട്. പിന്നെ അപ്പർച്ചർ, ISO, വൈറ്റ് ബാലൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ പ്രോ മോഡ് കിട്ടും. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓൾമോസ്റ്റ് ബാക്കിയെല്ലാം നോർമലി കണ്ടുവരുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ മൂവി മോഡ് കൊണ്ട് നമുക്ക് ആ ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്ന ഒരു ക്യാമറയുണ്ട്. സോ ക്യാമറാസിൻ്റെ കാര്യത്തിൽ ഓക്കെ എന്ന് പറയാൻ മീൻസ് ഓക്കെ, ജസ്റ്റ് ഓക്കെ, അല്ലെങ്കിൽ അത്യാവശ്യം പെർഫെക്റ്റ് എന്ന് പറയാനില്ല, ഒരു എബോവ് ആവറേജ് സ്പെക്കേ ഉള്ളൂ. ആൻഡ് ബിൽഡിൻ്റെ കാര്യത്തിൽ ജസ്റ്റ് ആവറേജ് സ്പെക്കേ ഉള്ളൂ. ഓക്കെ, സോ ഗൈസ് ഇനി നമുക്ക് റിയൽമി X7 Max 5G നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റും നമ്മുടെ ഫേസ് റെക്കഗ്നിഷൻ്റെയും ഫാസ്റ്റ് നോക്കാം. സോ ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, വൺസ് അഗെയിൻ ഇൻ 3, 2, 1 ആൻഡ് ഗോ. സോ റാപ്പിഡ് ഫാസ്റ്റ് ആണ് കേട്ടോ, നോക്കിയോ. 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, പക്ക ഫാസ്റ്റാണ്. എനിക്കത് ഫീൽ ചെയ്തൊരു കാര്യം വെച്ചാൽ നമ്മുടെ ലോക്ക് സ്ക്രീൻ ദറ്റ് മീൻസ് നമ്മുടെ സ്ക്രീൻ ഓഫാക്കി നമുക്ക് ഇതിനകത്ത് അൺലോക്ക് ചെയ്യുമ്പോൾ ഒരു 40 സെക്കൻഡ് സ്ലോ ആയിട്ട് ഫീൽ ചെയ്യും. ബട്ട് നമ്മൾ ഡയറക്റ്റ് ഇവിടെ പോയി അൺലോക്ക് ചെയ്യുമ്പോൾ ഫാസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് 2-3 ഡിവൈസിൽ ഇപ്പോൾ ഫീൽ ചെയ്യേണ്ടത് ജസ്റ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ ഈ സ്ക്രീൻ നമുക്ക് അൺലോക്ക് ചെയ്യുമ്പോഴും ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ അതേ സെയിം ടൈമിൽ തന്നെ അൺലോക്ക് ചെയ്യുകയാണ്. ആയിട്ടില്ല, ഒന്നുകൂടെ ആയിട്ടില്ല, അങ്ങനെ ആയിട്ടില്ല. ഈ സെയിം സ്പീഡിൽ തന്നെ ഞാൻ ഇവിടുന്ന് ചെയ്യുമ്പോൾ ആവും. കണ്ടോ, വൺസ് അഗെയിൻ നമുക്ക് ഇവിടെ സെയിം ചെക്ക് തന്നെ ചെയ്യാം. കണ്ടോ, ആയിട്ടില്ല. ഇനി ഞാൻ സെയിം സംഭവം തന്നെ ഇവിടെ ചെയ്യാം കേട്ടോ. കണ്ടോ, സോ ഇതിൻ്റെ ലോക്ക് സ്ക്രീൻ ദാറ്റ് മീൻസ് നമ്മുടെ ഡിസ്പ്ലേ ഓഫ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് വരുന്നത് കുറച്ച് സ്ലോ ആണ്. ബട്ട് നമ്മുടെ സ്ക്രീനിൽ തന്നെ ചെയ്യുമ്പോൾ റാപ്പിഡ് ഫാസ്റ്റാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഫേസ് നോക്കാം. സോ ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓ, ഫേസ് പക്ക ഫാസ്റ്റാണ് കേട്ടോ. ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, ഒന്നും പറയാനില്ല, പക്ക ഫാസ്റ്റാണ്. സോ ഇൻ ഡിസ്പ്ലേയും നമ്മുടെ ഫേസ് റെക്കഗ്നിഷൻ രണ്ടും പക്കയാണ് നമ്മുടെ റിയൽമി X7 Maxൽ. ഇനി അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഡയമൻസിറ്റി 1200 ആണ്. സോ ചിപ്പിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല. സോ ഈ ചിപ്പ് വരുന്ന 4 സെറ്റ്സ് ഉണ്ട് നമുക്ക്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു അത്യാവശ്യം ഹൈപ്പ് നിൽക്കണം. ഫസ്റ്റ് ഇറങ്ങിയ സെറ്റാണ് നമ്മുടെ റിയൽമി X7 Max. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പോക്കോ F3 GT, നോഡ് 2, Oppo Reno 6 Pro. സോ ആ ഒരു സെഗ്മെൻറ്റ് 40K ഫ്രം 25K to 40K വരെ ഉള്ള ചിപ്പാണ്. സോ ചിപ്പിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല. ചിപ്പ് ഞങ്ങൾ പെർഫോമൻസോടാണ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ദാറ്റ് മീൻസ് അതുകൊണ്ട് ഒപ്പം തന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് ദാറ്റ് മീൻസ് ഇതിന് സ്റ്റെയിൻലെസ് സ്റ്റീൽ വേപ്പർ കൂളിംഗ് ഉണ്ട്. സോ അത്യാവശ്യം നല്ല രീതിയിൽ കൂളാവുകയും ചെയ്യും നമ്മുടെ ഫോൺ. അതിനോടൊപ്പം തന്നെ നമുക്ക് 360 Hz ടച്ച് റെസ്പോൺസ് റേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ മെയിൻ കാര്യം ഫോർ ഗെയിമേഴ്സ് ഇറ്റ്സ് ഹിയർ ഗൈസ്, 3.5mm ഹെഡ്ഫോൺ ജാക്കിങ് കിട്ടുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് നമുക്ക് ഗെയിമർ സെഗ്മെൻറ്റ് നോക്കുമ്പോൾ അവർക്ക് ഓൾമോസ്റ്റ് 5 UFS 3.1 സ്റ്റോറേജ് NFC വരുന്നുണ്ട്. പിന്നെ Wi-Fi 6, Bluetooth 5.1 സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ ബാൻഡ്സിൻ്റെ കാര്യമാണ് നമുക്ക് 5G ബാൻഡ്സ്. സോ റിയൽമി X7 Max 5G ജസ്റ്റ് പേരിന് മാത്രമല്ല അത്യാവശ്യം 5G ബാൻഡ്സും ഉണ്ട്. സോ ഞാൻ ജസ്റ്റ് 5G ബാൻഡ്സ് N1, N28, N40, N41, N77, N78, N7. സോ 7 ബാൻഡ് 5G വരുന്നുണ്ട് നമുക്ക് നമ്മുടെ റിയൽമി X7 Max. സോ ജസ്റ്റ് പേരിന് മാത്രമല്ല. പിന്നെ നമുക്ക് 4500 mAh ആണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. പിന്നെ നമ്മൾ നോർമലി കണ്ടുവരുന്നത് 65 വാട്ട് അല്ല 50 വാട്ട് ചാർജറാണ് വരുന്നത്. സോ ഒരു 1/4 മണിക്കൂർ ദാറ്റ് മീൻസ് 15 to 16 minutes കൊണ്ട് നമുക്കൊരു 50% ചാർജ് ആകും. സോ
ഇനി നെക്സ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ വാല്യൂ ഫോർ മണിയാണ് ഗൈസ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഈ 25K സംഭവം അവൈലബിൾ ആണ്. സോ നിങ്ങളൊരു ഓൾറൗണ്ടറാണ്, ക്യാമറാസും അത്യാവശ്യം കുഴപ്പമില്ല, ദാറ്റ് മീൻസ് ബാഡ് അടിക്കുന്ന രീതിയിലൊന്നുമില്ല, കുഴപ്പമില്ലാത്ത ക്യാമറാസ്. ബിൽഡ് ക്വാളിറ്റിയിൽ ഇച്ചിരി കോംപ്രമൈസ് നിങ്ങൾ ചെയ്യണം എന്തായാലും, കാരണം ആ ഒരു പ്രീമിയം ഫിൽറ്റർ എന്തായാലും ഇല്ല. സോ അവിടെ ഒരു ബാഡ് അടിച്ചു. പിന്നെ ഡിസ്പ്ലേ ആൻഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നും പറയാനില്ല, രണ്ടും അടിപൊളി എലോങ് വിത്ത് ഗെയിമിംഗ്. സോ ഗെയിമിങ്ങിന് കാരണം 360 ഹെർട്സ് ടച്ച് റെസ്പോൺസ് റേറ്റ് വരുന്നുണ്ട്. നമ്മുടെ കൂളിംഗ് സിസ്റ്റം അടിപൊളിയാണ്, ദാറ്റ് മീൻസ് നമ്മുടെ സ്റ്റീൽ വേപ്പർ കൂളിംഗ് വരുന്നുണ്ട്. സോ ഗെയിമിങ്ങിൻ്റെ ഒരു ഓക്കെ. നമ്മുടെ ഡിസ്പ്ലേ 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്താണ് LED ഡിസ്പ്ലേ ആണ് വരുന്നത്, സ്റ്റീരിയോ സ്പീക്കർ. സോ ഐ മീൻ അൾട്ടിമേറ്റ് എക്സ്പീരിയൻസും അടിപൊളിയായിരിക്കും. സോ ആ കാര്യത്തിലും കോംപ്രമൈസ് ഒന്നുമില്ല. സോ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ട രണ്ട് കാര്യം വെച്ചാൽ ക്യാമറാസ് നമ്മൾ നോർമലി ഇപ്പോൾ കണ്ട നോട്ട് 2ൻ്റെ ഒക്കെ ഒരു ഔട്ട്പുട്ട് കിട്ടുമെന്ന് വെച്ചാൽ അത്ര വരുന്നില്ല, ജസ്റ്റ് ഒരു എബോ ആവറേജ് സ്പെക്കാണ്. അത്യാവശ്യം ഒരു ഇന്ന സ്കെയിൽ ഓഫ് 0 to 100 ആണെങ്കിൽ ഞാനിപ്പോൾ ഒരു 70 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു ക്യാമറാസാണ്. ദാറ്റ് മീൻസ് ബാഡ് അടിക്കുന്ന ലോ ലൈറ്റ് ഒക്കെ പെർഫോമൻസ് ഇച്ചിരി ഷോക്കായിരിക്കും. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ കുറച്ച് നല്ല രീതിയിൽ UI ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ അതനുസരിച്ച് ക്യാമറ അടിപൊളിയാവുന്ന ക്യാമറ. കാരണം സോണി IMX 682 ആണ് എൻ്റെ ക്യാമറാസ് വരുന്നത്. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം ഇഷ്ടപ്പെട്ടു. സോ ആൻഡ് മെയിൻ കാരണം വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ 25K ബഡ്ജറ്റ് ഉള്ളവരാണ്, ജസ്റ്റ് 25K കൃത്യം ഒട്ടും എക്സ്പാൻഡ് ചെയ്യാനില്ല, ജസ്റ്റ് 25K ബഡ്ജറ്റ് ഉള്ളവരാണ് 8128 ഇത് പക്ക വാല്യൂ ഫോർ മണിയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ നോഡ് 2 നോക്കുവാണെങ്കിൽ 30K വരും, ഈവൻ പോക്കോ F3 GT നോക്കുവാണെങ്കിൽ 28 വരും, ആൻഡ് ഓൾ ദ ടു റെനോ 6 Pro 8128 വേരിയൻ്റേ ഇല്ല, ജസ്റ്റ് ഡയറക്റ്റ് 12256. സോ 40K. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഡിവൈസാണ് നമ്മുടെ റിയൽമി X1 Max. ചെറിയ രണ്ട് നമ്മുടെ ബിൽഡിലും ചെറിയ രീതിയിൽ മൈനറായിട്ടൊരു ക്യാമറാസിലും ഒരു കോംപ്രമൈസ് നിങ്ങൾ തയ്യാറാണെങ്കിൽ സോ ഈ സാധനം പെർഫെക്റ്റ്ലി വാല്യൂ ഫോർ മണി ആയിരിക്കും. സോ ഇനി നിങ്ങൾ ഗെയിമറാണ്, ദാറ്റ് മീൻസ് നിങ്ങൾ ഗെയിം സെൻട്രിക് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത് നമ്മുടെ പോക്കോ F3 GT ആണ്. കാരണം അതിൻ്റെ മെയിൻ കാര്യം ട്രിഗേഴ്സ് വരുന്നുണ്ട്. സോ എന്താ മീൻസ് നമ്മുടെ മെയിനിൽ നമ്മൾ ട്രിഗേഴ്സ് ഉണ്ട്. സോ പിന്നെ അത് മാത്രമല്ല 480 ഹെർട്സ് ടച്ച് ആണ്, ഇതിനേക്കാളും കൂടുതൽ, ഇത് 360 ആണ്, 480. സോ മാരകമായിരിക്കും അതിൻ്റെ പെർഫോമൻസ് വരുന്നത്. പിന്നെ നമുക്കിപ്പോൾ നോട്ട് നോക്കുകയാണെങ്കിൽ UIയും ക്യാമറാസും അടിപൊളിയാണ്, ബോത്ത് ഫ്രണ്ട് ആൻഡ് റിയർ അടിപൊളിയാണ്. പിന്നെ ഒപ്പോ റെനോ 6 Pro നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ ഗൈസ് ഒരു രക്ഷയില്ലാത്ത ബിൽഡ് ആൻഡ് ഡിസൈൻ നമ്മുടെ ഒപ്പോ റെനോ 6 Proയുടെ കർവ് ഡിസ്പ്ലേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഭയങ്കര ലൈറ്റുമാണ്, നല്ല പ്രീമിയം ഫിനിഷാണ്, എസ്പെഷ്യലി കളേഴ്സൊക്കെ അടിപൊളിയാണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതും. സോ ഈച്ച് ആൻഡ് എവറി സെഗ്മെൻറ്റിൽ ഓരോ ഡിവൈസസും അതിൻ്റെ രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് വൺ ഈസ് ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആൻഡ് 25K. സോ നിങ്ങളൊരു 25K കറക്റ്റ് വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു ഫോൺ എടുക്കാൻ നോക്കുകയാണെങ്കിൽ സോ ഇപ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ട് ഓഫറിൽ ജസ്റ്റ് 24,999 ആണ് നമുക്ക് നമ്മുടെ റിയൽമി X7 Max അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഗൈസ് ദാറ്റ്സ് ഓൾ ഗൈസ് റിഗാർഡിംഗ് ദ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് റിവ്യൂ ഓഫ് ദ റിയൽമി X7 Max. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.